VS വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒഴുക്കുന്ന ഒരു പ്രസ്ഥാനം ശൂന്യമായി പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം VSനെന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ VS അതിരൂക്ഷമായി നമ്മുടെ പരിസ്ഥിതിക്കനുസരിച്ച് ഇവിടുത്തെ സാമൂഹ്യ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഖാവിൻ്റെ സേവനം നഷ്ടമായിരിക്കുന്നു, അപരിഹാര്യമായ നഷ്ടമാണത്. പക്ഷേ സഖാവ് നടത്തിയിരിക്കുന്ന സംഭാവനകളും പ്രവർത്തനങ്ങളും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാണ് വരേണ്ടത്. അതിൽ വളരെ രൂക്ഷമായി തന്നെ പല കാര്യങ്ങളിലും പ്രതികരിക്കാനും നീങ്ങാനുമെല്ലാം സഖാവിന് കഴിഞ്ഞിരുന്നു. ആ വിഭാഗത്തെ മുമ്പോട്ട് നയിക്കാനും കഴിഞ്ഞിരുന്നു. പൊതുവേ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാനുള്ളൊരു കരുത്ത് അദ്ദേഹത്തിന് ശക്തിയായിട്ടുണ്ട്. തൊഴിലാളി വർഗത്തിനെ സജ്ജമാക്കാനുള്ള ഒരു പ്രവർത്തന ശൈലിയുണ്ട്. നമസ്കാരം. ഇന്ന് മീഡിയ മംഗളത്തോടൊപ്പം ഉള്ളത് ഇത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീ വൈക്കം വിശ്വനാണ്. സമാനതകളില്ലാത്ത രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആ മുതിർന്ന നേതാവിനെ ഏറെ ആദരവോടുകൂടി മീഡിയ മംഗളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. സാറേ, ഇന്നത്തെ ഒരു ദിവസം സഖാവ് VS നമ്മളിൽ നിന്ന് വിട്ടുപോയി. ഒരു വലിയ ജനസാഗരമാണ് തലസ്ഥാന നഗരം. ഇങ്ങനെ വിലാപയാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ആലപ്പുഴയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ VSനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്, ജനകീയ നേതാവ് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് ഈ ആൾക്കൂട്ടം കാണുമ്പോൾ. ഒരുപക്ഷെ VSമായി ഏറ്റവും അടുത്ത് സഹകരിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് VSനെ ഓർത്തെടുക്കുന്നത്? VS കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പഥികരിൽ ഒരാളാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആലപ്പുഴ ജില്ലയിൽ ആരംഭിക്കുന്ന കാലത്ത് തന്നെ കൃഷ്ണപിള്ള അവിടേക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് വന്നയാളാണ് VS. VSനെയാണ് VS അപ്പോൾ അവിടെ കയർ ഫാക്ടറി തൊഴിലാളിയാണ്. കുട്ടനാടൻ മേഖലയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത്. അതൊരു ചെറിയ കാര്യമല്ല. ഇന്ന് ഒരു കർഷക തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തനമോ കർഷക സംഘത്തിൻ്റെ പ്രവർത്തനമോ പോലെയല്ല അന്ന്. പഴയ ജന്മിത്ത നാടുവാഴുത്തത്തിൻ്റെ അവശിഷ്ടങ്ങളും ഭീകരതകളും നിലനിൽക്കുന്ന ഒരു കാലത്താണ് കുട്ടനാട് ഇത് സംഘടിപ്പിക്കാൻ പോകുന്നത്. അതും തൊഴിലാളികൾ അടിമകളെ പോലെ കഴിയുകയാണ്. അടിമകൾ വേറെ ഒരു മനുഷ്യാവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അന്ന് ഈ ഒരു വരമ്പ്, കായൽ നിലങ്ങളിൽ വരമ്പ് പിടിക്കണം. വരമ്പ് പിടിക്കണമെങ്കിൽ ഇടയ്ക്ക് പൊട്ടിപ്പോയാൽ വലിയ ഇത് വരും. അതുറപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം വന്നാൽ ഈ കർഷക തൊഴിലാളികളെ തന്നെ ആ വരമ്പിനകത്തിട്ട് നിറയ്ക്കുന്ന രീതിയുണ്ട്. അതിലൊന്നും അവർക്ക് എളുപ്പമോ മറ്റു കാര്യങ്ങളോ പറയാനുള്ള കരുത്തില്ല. ഈ സമയത്താണ് ഇവരും മനുഷ്യരാണ്, ഇവരെയും സംഘടിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പോകുന്നു. ചെറിയൊരു ദൗത്യമായിരുന്നില്ല. അവിടെ കുട്ടനാടൻ മേഖലയിൽ അന്ന് മറ്റ് ആളുകൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ കർഷക തൊഴിലാളി മേഖലയിൽ സഖാവാണ് ശ്രദ്ധിച്ചിരുന്നത്. ആദ്യമായി കുട്ടനാട് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് വന്നു. ആ സമയത്ത് തന്നെ ഈ അപ്പർ കുട്ടനാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ രണ്ടും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് പോകാനും അതൊരു ചെറിയ കാര്യമല്ല. എപ്പോഴും സംഘടനകളും ഇതൊക്കെ വരുന്നൊരു സ്ഥിതിയാണ്.
സഹാബ് ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ അത് മുന്നോട്ട് വന്നു. ഇടയ്ക്ക് പുന്നപ്പുറ വയലാർ സമരം നടക്കുന്നതിന് മുമ്പായിട്ട് ആ സമരത്തിൻ്റെ വസ്തുതകൾ വിശദീകരിക്കാനുള്ള ചെറുപ്പക്കാരായ ആളുകളെ തിരഞ്ഞെടുക്കപ്പെട്ടതിലും സഹാബ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് അന്ന് പത്രോത്സവമാണ് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി തിരുവിതാംകൂർ. അപ്പോൾ ഈ സഹാവിനെ അതിന് ചുമതലപ്പെടുത്തിയിരുന്നു. അതിനനുസരിച്ച് നീങ്ങുന്നു. അതിൻ്റെ ഇടയിലാണ് സഹാവ് VS കോട്ടയം ജില്ലയിൽ വരേണ്ടി വന്നു. കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഈ ഇടുക്കിയൊക്കെ കോട്ടയാണ്. ഇടുക്കി മാത്രമല്ല, വടക്കംപറവൂർ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലം മുഴുവൻ കോട്ടയം ജില്ലയാണ്. തിരുവിതാംകൂർ 3 ജില്ലയേ ഉള്ളൂ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം. കോട്ടയം ജില്ലയിൽ അദ്ദേഹം വന്നു. അങ്ങനെയാണ് പൂഞ്ഞാറിൽ വരുകയും ആ സമയത്ത് പുന്നപ്പുറ വയലാർ സമരത്തിൻ്റെ സമരം നടക്കുകയും ചെയ്തു. പുന്നപ്പുറയിൽ സഹാവിന് അപ്പോൾ ഒളിവിലാകേണ്ടി വന്നു. പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുന്നു. പൂഞ്ഞാറിൽ ഒളിവിലിരുന്ന് സഹദേവൻ്റെ വീട്ടിലാണ്. ആ വീട് അങ്ങനെ ഇരിക്കുമ്പോൾ സഹാവ് ഈ ദിനകൃത്യങ്ങൾക്കൊക്കെ ഇതുണ്ട്. ആറ്റിലിറങ്ങി കുളിക്കും. രാവിലെ കുളിക്കുന്ന സമയത്ത് ആരോ പുറത്തുള്ള ആളുകൾ സഹാവിനെ കണ്ടിട്ട് പോലീസിന് വിവരം കൊടുത്തു. ഇങ്ങനെ ഒരു ആൾ, കാരണം SRCPയുടെ ഒക്കെ അതിഭീകരമായ നീക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ ഒരാൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെന്നുള്ള വിവരം കൊടുത്ത് പോലീസ് വന്ന് പിടിച്ചിട്ട് പൂഞ്ഞാറിൽ നിന്ന് മർദ്ദിച്ച് പാലാ ലോക്കപ്പ് വരെ മർദ്ദിച്ചു. അവിടെ ആ സമയത്ത് തന്നെ രക്തത്തിൽ കുളിച്ചാണ് ചെല്ലുന്നത്. പിന്നെയാണ് സഹാവിനെ മർദ്ദിച്ച വിവരങ്ങൾ തന്നെ പത്രത്തിൽ വരുന്നത്. കാരണം പിന്നെ ഈ ലോക്കപ്പിലിട്ട് മർദ്ദനവും ബയണറ്റും കൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ആ സമയത്ത് നമ്മുടെ പാലായിലെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നിവർത്തന പ്രക്ഷോഭമാണ്. അതിന് നേതാവായ നിലയിൽ ഇന്നത്തെ MLA കാപ്പൻ്റെ കാപ്പനുണ്ട്. ആ കാപ്പൻ ജയിലിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് ഇപ്പോൾ ഈ വേറെ ഒരു ജയിലിലുള്ള ജീവനക്കാരനല്ലാത്ത മറ്റൊരാൾ ജീവനുണ്ടെന്ന്, കാരണം ജീവൻ പോയെന്നുള്ളത് ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുറത്തുനിന്ന് ഏതാണ്ട് വെള്ളം വരുത്തി കൊടുക്കുകയൊക്കെ ചെയ്തത്. ഒന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് പുള്ളി അത്ര ഭീകരമായ മർദ്ദനമാണ്. അപ്പോൾ ആ ചെറുപ്പത്തിലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്താണ് തൊഴിലാളി വർഗത്തിൻ്റെ കാഴ്ചപ്പാടെന്നൊക്കെ ഉൾക്കൊള്ളാനും പണിയെടുക്കുന്നവന് എങ്ങനെ നിൽക്കണമെന്നുള്ളത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു ആർജവം അദ്ദേഹം നേടിയിരുന്നു. അദ്ദേഹത്തോട്ട് ഞാൻ ബന്ധപ്പെടുന്നതെന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ആദ്യം ഇവിടെ തിരുവിതാംകൂറിൽ ഉള്ളതിൽ അറിയപ്പെടുമ്പോൾ ഈ അപ്പർ കുട്ടനാട് എന്ന് പറയുന്നത് വൈക്കം താലൂക്കും കൂടി ഉൾപ്പെടെ അപ്പർ കുട്ടനാട് കോട്ടയം, വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ നല്ലൊരു ഭാഗം വരും പാടശേഖരങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ ബന്ധപ്പെട്ട് മാത്രമല്ല, അപ്പോൾ ഈ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ പത്രോസ്, പുന്നൂസ്, അതുപോലെ തന്നെ TV തോമസ്, KR ഗൗരി, പിന്നെ നമ്മുടെ PKCയുടെ പേരെങ്ങനെ അന്നിരുന്നില്ലെന്നല്ല. അപ്പം ഈ ഇതുണ്ടല്ലോ നമ്മുടെ വലിയൊരു ഇപ്പം കോൺഗ്രസിൻ്റെയൊക്കെ ആയിട്ടുള്ള കർഷക സംഘത്തിൻ്റെയൊക്കെ നേതാവായ ചെറിയാൻ്റെ അപ്പൻ, അയാൾ അന്ന് TV തോമസിനോടൊപ്പം. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ കഥ. അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് വന്നു കൃത്യമായിട്ട് തന്നെ. അപ്പം പിന്നെ സംഘടനാ രംഗത്തും ഇവരൊക്കെ പ്രത്യേകിച്ച് ഷാവ് മുന്നോട്ട് വരികയും പ്രവർത്തന രംഗത്ത് ഉയർന്നു വരികയും ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരികയും ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് പാർട്ടി ഐക്യ കേരളത്തിന് വേണ്ടി ശ്രമിക്കുകയും
ഐക്യകേരളം ഉണ്ടാകുകയും ചെയ്തതിന് ശേഷം ആ സമയത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തു. ആ ജില്ലാ സെക്രട്ടറി അന്നപ്പോൾ ആലപ്പുഴ ജില്ല എന്ന് വെച്ചാൽ ഈ കൊല്ലമായിട്ട് ബന്ധപ്പെട്ടാണ് കിടന്നിരുന്നത്. അതിലോട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥിതിയാണ്. ആ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് സംഘടനാ രംഗത്ത് വളരെ സജീവമായിട്ട് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആലപ്പുഴ ജില്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി 57 കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞെടുത്ത ജില്ലയാണ്. അങ്ങനെ അന്ന് അധികാരത്തിൽ 57 വന്നതിന് ശേഷം അപ്പോൾ സംഘടനാ രംഗത്ത് പുള്ളി കൂടുതൽ ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി. പുള്ളി ആ കാര്യത്തിലൊരു കാർക്കശ്യ സ്വഭാവം സംഘടനയ്ക്കകത്തുണ്ടാവും. അതേസമയം മറ്റ് എതിർക്കേണ്ടവരോട് അതേ രീതിയിൽ തന്നെ എതിർക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയോടുകൂടി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 57 പിന്നീട് ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല പാർട്ടി ചുമതല വന്നത് വി എസിനെ അവിടെ നിന്നെടുത്ത് കോട്ടയത്ത് ഇടുകയായിരുന്നു. അപ്പോൾ കോട്ടയാണത് ഈ പറയുന്ന ദേവികുളം. അപ്പോൾ അത് വി എസിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രവർത്തനം പിന്നെ നടന്നിരുന്നത്. എൻ്റെ സഹോദരനൊക്കെ അവിടെ ഇലക്ഷൻ വർക്കിന് പോയിരുന്നു. ഒരു അധ്യാപകനുണ്ടായിരുന്നു. വേറെ അതിൻ്റെ കൂടെ വൈക്കത്തുനിന്ന് കുറേ കൂടുതൽ ആളുകൾ അന്ന് തിരഞ്ഞെടുപ്പ്. പക്ഷെ അതെല്ലാം വി എസ് തന്നെ ഇവരെല്ലാം നയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ആ സമയത്ത് തന്നെ പാർട്ടിയുടെ കൂടുതൽ ചുമതലകളിലോട്ട് പുള്ളി വന്നു. സ്റ്റേറ്റ് നേതൃത്വത്തിലോട്ട് വന്നു. അതുപോലെ തന്നെ പിന്നീട് കേന്ദ്ര നേതൃത്വത്തിലോട്ടും വന്നു. ആ സമയത്ത് പിന്നെ പുള്ളി എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെടാനും അനുസരിച്ച് നിൽക്കാനും കഴിയും. കോട്ടയം ജില്ലയായിട്ട് പുള്ളിക്ക് ഈ പറഞ്ഞ പൂഞ്ഞാറിൽ തന്നെ 1-2 പ്രാവശ്യം, അതുകൂടാതെ തന്നെ ഈ കാർഷിക തൊഴിലാളി മേഖലയിലുള്ള പ്രശ്നങ്ങളും വന്നു. ഇതോടുകൂടി തന്നെ കോട്ടയം ജില്ലയുടെ ജനജീവിതത്തിൻ്റെ സ്വഭാവം പുള്ളി മനസ്സിലാക്കുകയും അങ്ങനെയുള്ളൊരു ബന്ധം പുള്ളി മൊത്തമായിട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിട്ട് ജില്ലാ നിലവാരത്തിലോട്ടൊക്കെ ഉയർന്നു വരുമ്പോഴാണ് പിന്നെ പുള്ളിയെക്കുറിച്ച് മനസ്സിലാക്കി ബന്ധപ്പെടുന്ന സ്ഥിതി വന്നത്. സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തന രംഗത്ത് വരുമ്പോഴാണ് കൂടുതൽ അടുക്കാനൊക്കെ ഇടവന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ AISFൻ്റെ പ്രവർത്തകനായിരുന്നു ഞാൻ. അപ്പോൾ AISFൻ്റെ ആ പ്രവർത്തനത്തിൽ നടക്കുന്ന സമയത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആശയപരമായ സമരശക്തിയായിട്ട് വന്നു. അത് VS വളരെ ശക്തിയായി തന്നെ ഒരു നിലപാടെടുത്ത ആളാണ്. ആ നിലപാട് ഇന്ത്യൻ ഭരണകൂടത്തെ വിലയിരുത്താനും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്ര രംഗത്ത് തിരുത്തിയൽവാദത്തിനെതിരെ നിൽക്കാനുമുള്ള ആശയം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നു. ആ ഉയർന്നു വരുമ്പോൾ അന്ന് നേതൃത്വത്തിൽ വരുന്നവരുമായിട്ടുള്ള ആ തർക്കം അതിരൂക്ഷമായിട്ടാണ് അവിടെ നിന്ന് അവസാനം ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിൽ 32 പേര് ഇറങ്ങിപ്പോന്നു നാഷണൽ കൗൺസിൽ. അതിൽ സഹാവുണ്ട്. ആ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ അപ്പം ഈ ആശയപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ കുറേ പേർക്കെങ്കിലും അറിയാം. ആശയ വിനിമയം നടക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ മുമ്പായി തന്നെ ഇന്ത്യ ചൈന ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അതിർത്തി തർക്കത്തിലും അതിൻ്റെ സംഘടനത്തിൻ്റെയും പ്രശ്നങ്ങളുടെ പേരിലും മുന്നോട്ട് വരുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ അപ്പം ഇറങ്ങി വന്ന VS മറ്റ് ഉള്ളവരുമായി യോജിച്ച് കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വന്നിരുന്നു. കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമായിട്ട് വരുമ്പോൾ സ്റ്റേറ്റ് ഗണാരൻ, AKG, EMS അങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം ഇപ്പുറത്ത് സജീവമായിട്ട് രംഗത്ത് വന്ന് അപ്പോൾ തെക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ശക്തിയായിട്ട് മുന്നോട്ട് വന്നത് VS അതിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് കൂടുതലായിട്ടുള്ള ഒരു ഘടന. VS, PKC, അങ്ങനെ B. ശ്രീധർ,
എൻ ശ്രീധർ ഇവരെല്ലാവരും ആ കാലത്ത് പാർട്ടി വരുമ്പോഴത്തേക്കുള്ള മാറ്റത്തിന് തയ്യാറായ. അത് കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കുമ്പോൾ വിദ്യാർത്ഥി രംഗത്ത് ഞങ്ങൾ EISF വിട്ടിട്ട് KSF രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനമായിട്ട് മറ്റ് പല സ്ഥലത്തും ഞാനും പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം സഹാവുമായിട്ട് കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി വിദ്യാർത്ഥികളോടൊക്കെ മറ്റു കാര്യങ്ങളെ പോലെ പൊതുകാര്യങ്ങളിൽ പൊതുസ്ഥിതിയിലൊക്കെ ഉള്ള ഒരു സമീപനം എടുക്കും, ഒരു ഇതുമില്ലാതെ. ആലപ്പുഴ ആഫീസ് കേന്ദ്രീകരിച്ചും പുള്ളി നിൽക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ഇതായിട്ട്. പിന്നെ പാർട്ടി രണ്ടായി കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് CH വന്നിരുന്നത്. അപ്പോൾ അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന രീതിയിൽ സ്റ്റേറ്റിൻ്റെ അടുത്ത് ബന്ധപ്പെട്ട് ഞാൻ സഹമായിട്ട് കൂടുതലെടുത്തു. അങ്ങനെയാണ് കൂടുതലും സാബിനെ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു സാബിൻ്റെ ഭാര്യ വൈക്കംകാരത്തിയാണെന്നാണ് എൻ്റെ ധാരണ. വെട്ടിക്കാട് മുക്കിലുള്ള അവരുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട് അതൊക്കെ പിന്നീട് അറിഞ്ഞ്. അങ്ങനെ ഒരു ബന്ധത്തിലൊന്നും പുള്ളി നിന്നിരുന്നില്ല. അത് കഴിഞ്ഞ് കയർ രംഗത്തും അതുപോലെ തന്നെ കർഷക തൊഴിലാളി രംഗത്തുമുള്ള സജീവ പ്രവർത്തനം വളരെ ഉയർന്നു വന്നു. കർഷക തൊഴിലാളിയെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അതിനൊരു ഈ കൂലി അടിമത്തത്തിനെതിരായിട്ട് വലിയൊരു ശക്തി ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ സ്റ്റേറ്റിൽ അത് വന്നു. പക്ഷെ പിന്നീടത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിന് രൂപം കൊണ്ടു. അപ്പം സാവിൻ്റെ ഒരു വലിയ സംഭാവനയാണ് അക്കാര്യത്തിലെല്ലാം മുന്നോട്ട് വരാൻ ഇടവന്നിട്ടുള്ളത്. അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ട്. സഖാവ് ഓരോ കാര്യങ്ങളിലും മറ്റ് അഭിപ്രായങ്ങളുണ്ട്, ചിലതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അതൊക്കെ പാർട്ടിയിലുള്ള ഒരു സ്ഥിതിയാണ്. അത് രൂക്ഷമായിട്ട് അവതരിപ്പിക്കും. അതിനോട് ഇപ്പോൾ നമുക്ക് അതുപോലെ എതിർപ്പുണ്ടെങ്കിൽ അതെ, പക്ഷേ അത് സംഘടന മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് രൂക്ഷമായി അവതരിപ്പിക്കുന്നത്. ആ രീതിയിലായിരുന്നു അതിൻ്റെ എല്ലാം തന്നെ അന്നങ്ങനെ തന്നെ സഹമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നു. അതിനെ ബന്ധപ്പെട്ട് ഞാൻ വിദ്യാർത്ഥിയുടെ സ്റ്റേറ്റ് ചുമതല ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതലായിട്ട് സഹവിനോട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം സഹവിനോടുണ്ട് AKGയും സൃഷ്ടിയിലേക്കായിട്ട് അങ്ങനെ കൂടുതൽ അടുക്കുന്ന ഒരു സ്ഥിതി വന്നിരുന്നു. അപ്പോൾ കാരണം ഞാൻ പ്രസിഡൻ്റായിട്ടും പിണറായി സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ സെക്രട്ടറി ആയിട്ട് CPI ഒരു പ്രസിഡന്റ്. ആ രീതിയിലുള്ള പ്രവർത്തനം വരുമ്പോൾ പുള്ളിയായിട്ട് കൂടുതലെടുക്കേണ്ട സ്ഥിതി വന്നിരുന്നു. അത് കഴിഞ്ഞ് കുറേ കൂടി ശക്തിയായിട്ടുള്ള പ്രവർത്തന രംഗത്ത് വന്ന് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥി രംഗത്ത് നിന്നിട്ട് നടക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ പുള്ളിയുടെ സഹായം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പാർട്ടി കോട്ടയം ജില്ലാ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ വരുമ്പോൾ ഞാൻ യുവജന രംഗത്തോട്ടായിരുന്നു. അതിനെ നേരിടാനുള്ള ഒരു ശ്രമത്തിൽ അപ്പോഴൊക്കെ ജയിലിൽ കിടക്കുമ്പോഴുമൊക്കെ ഈ VSൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് തൻ്റെ അഭിപ്രായം പല കാര്യങ്ങളിലും ഇത് ഉണ്ടാകും. പൊതുജീവിതത്തിൻ്റെ കാര്യത്തിൽ, പാവപ്പെട്ടവൻ്റെ താല്പര്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ, നാടിൻ്റെ പൊതു കാഴ്ചപ്പാട്, അതുപോലെ അഴിമതി മറ്റു കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ, ഇതിലൊക്കെ ശക്തിയായി തന്നെ നിൽക്കുകയും ചെയ്യും. അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള ഒരു കരുത്ത് മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുണ്ടാകും. അങ്ങനെയാണ് പോകുന്നത്. 78 ഞാൻ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി വന്നത്. അപ്പോഴാണ് സഖാവ് പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള സഖാവിൻ്റെ പ്രവർത്തനമായിട്ട് കൂടുതൽ അടുക്കാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ 78 വരുമ്പോൾ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി CH കണാരനാണ്. അത്
ഇവരുടെ ഒരു സഖാവൊക്കെ സെക്രട്ടേറിയറ്റിലുണ്ട് ഒരു PS ഒക്കെ. അപ്പോൾ ആ ടീമാണ് വർക്ക് ചെയ്യുന്ന. അവരോട് ബന്ധപ്പെട്ട് പലപ്പോഴും നീങ്ങാനും പ്രവർത്തിക്കാനും ഇടവന്നിരുന്നു. 78 മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ അദ്ദേഹം കിടപ്പിലാകുന്നവരെ ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഇത് വന്നിട്ടുണ്ട്. പൊതുവേ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാനുള്ളൊരു കരുത്ത് അദ്ദേഹത്തിന് അതിശക്തിയായിട്ടുണ്ട്. തൊഴിലാളി വർഗത്തിനെ സജ്ജമാക്കാനുള്ള ഒരു പ്രവർത്തന ശൈലിയുണ്ട്. കാരണം അദ്ദേഹം സംഘടിപ്പിച്ചത് ചെത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, അങ്ങനെ ആ രീതിയിൽ വന്നിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ വളരെ രൂക്ഷമായി തന്നെ പല കാര്യങ്ങളിലും പ്രതികരിക്കാനും നീങ്ങാനുമെല്ലാം സഖാവിന് കഴിഞ്ഞിരുന്നു. ആ വിഭാഗത്തെ മുമ്പോട്ട് നയിക്കാനും കഴിഞ്ഞിരുന്നു. സഖാവ് EMSഉം സഖാവ് AKGയും നായനാരും ആ കാലത്ത് തന്നെ സഖാവ് VS ഉയർന്നു വന്നിരുന്നു. അവർക്ക് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായി മുന്നോട്ട് വരികയും ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ കരുത്തോടു കൂടി നിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലെ വർത്തമാന ശൈലിയും ഈ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മറ്റു കാര്യങ്ങളിലുമുള്ള ആ ആളുകളുടെ അന്നത്തെ രീതിയിലുള്ള ശൈലിയൊക്കെ വരുമ്പോൾ ആദ്യമൊക്കെ ആളുകൾ അത്ര താല്പര്യമില്ലെങ്കിൽ പിൽക്കാലത്ത് നാം കാണുന്നത് വളരെ നല്ല രീതിയിൽ ജനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുവെന്നും അതനുസരിച്ച് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ പ്രവർത്തന രംഗത്ത് പാർട്ടി സ്റ്റേറ്റ് സെൻറ്റർ എന്ന രീതിയിൽ ബന്ധപ്പെടുകയും ഇവിടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കേണ്ടി വന്നു. CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ സത്യത്തിൽ ഒരു ഞങ്ങളുടെ സംഘടനാ രംഗത്തിൻ്റെ രൂപത്തിന് ശകലം വ്യത്യാസമായിട്ടാണ് ഞാൻ സെക്രട്ടറി ആയിട്ട് വന്നത്. അതിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ച് നമ്മോടൊപ്പം തന്നെ സംഘടനയെ മുമ്പോട്ട് നയിക്കാനും അതിലെന്തെങ്കിലും കുഴപ്പം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനും ഒക്കെയുള്ള ഒരു വലിയ സഹായമാണ് VSൻ്റെ ഉള്ളത്. അന്നുണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങളുണ്ടായാൽ VS നേരിട്ട് ഇവിടെ വരുമായിരുന്നു. സംഘടനാ ചുമതല ആ രീതിയിൽ സെക്രട്ടറി എന്ന രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിന് അദ്ദേഹം വലിയ സഹായമാണ് ചെയ്യുന്നത്. മറ്റേ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റായിട്ട് കാണുകയും മറിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ മുമ്പോട്ട് വരണം, അതിന് വേറെ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എന്നെ ആ കാര്യത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ സഖാവ് ആ പ്രവർത്തനങ്ങളിൽ മിക്കവാറും അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും സ്റ്റേറ്റ് നേതൃത്വത്തിൻ്റെയും ഭാഗമായി മാറുന്ന സ്ഥിതി വന്നു. അതിൽ നിന്ന് സ്റ്റേറ്റ് നേതൃത്വത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലിട്ട് വന്നു. അപ്പോഴത്തേക്ക് സഖാവ് പല പ്രാവശ്യം തിരഞ്ഞെടുപ്പ് മറ്റു കാര്യം അത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയമൊക്കെ നടത്താൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് സഖാവ് മുഖ്യമന്ത്രിയായി വരുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ അതുവരെ LDFൻ്റെ കൺവീനറായിരുന്ന പാലൊളി മുഹമ്മദ് കുട്ടി മന്ത്രിയായതുകൊണ്ട് മാറി. ആ ചുമതല ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന്. ഞാൻ പിന്നെ ദീർഘകാലം ഒരു 10-13 വർഷം LDF കൺവീനറായിരുന്നു. ആ LDF കൺവീനറായിരിക്കുമ്പോൾ സഖാവ് മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും നിൽക്കുന്ന സമയത്ത് LDFൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ ഏറ്റവും ശക്തിയായി തന്നെ വരും. LDFൻ്റെ കമ്മിറ്റിയിലൊക്കെ കൃത്യമായി പങ്കെടുക്കും. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതെ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴേ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് കൃത്യമായ ഇതോടുകൂടി നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ LDF ഒരു തീരുമാനം നയപരമായിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് വരും. ആ നയപരമായ സമീപനം എടുക്കുന്നതിന് സഖാവിൻ്റെ സംഭാവന ഉണ്ടാവും.
ചിലപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളോട് ഒക്കെ. പക്ഷേ LDF ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ മുമ്പോട്ട് വരാൻ ഒരു വലിയ ഇതിലാണ്. അപ്പോൾ കൂടുതൽ ഒരു വ്യക്തിപരമായ സഹകരണവും മറ്റു കാര്യങ്ങളും എല്ലാം ആ കാര്യത്തിൽ വരുന്നു. സാർ, VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അങ്ങ് LDFിൻ്റെ കൺവീനറായിരുന്നു. അപ്പോൾ VS ആദ്യമേ തന്നെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ഒരു വലിയ പ്രോസസ്സിന് ഇറങ്ങിയിരുന്നു. VS 3 ഉദ്യോഗസ്ഥരെ കൂട്ടി വലിയ തോതിൽ. ഇന്നത്തെ മൂന്നാർ ഇതേപോലെ നിൽക്കുന്നത് VS ഇല്ലായിരുന്നെങ്കിൽ അവിടെ മൂന്നാർ കാണില്ല, കെട്ടിടങ്ങൾ മാത്രമേ കാണൂ എന്ന് പറഞ്ഞു. പക്ഷേ VS അത്തരത്തിൽ വന്ന് ഒരു CPIയുടെ ഓഫീസ് പൊളിക്കാനായിട്ടുള്ള ഒരു ശ്രമം അങ്ങനെ വന്നപ്പോഴാണ് CPIക്ക് ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടായിരുന്നു. അപ്പം കൺവീനർ എന്ന രീതിയിൽ ആ സമയത്തെ ഓർമ്മകൾ എങ്ങനെയാണ്? അല്ല, ആ സമയത്തെ ഓർമ്മകളിൽ അതിപ്പോൾ അവരുടെ ഓഫീസ് പൊളിക്കാനോ, അവരുടെ മാത്രമല്ല, CPMൻ്റെ ഓഫീസ് ഇപ്പുറത്തുണ്ട്, അത് അങ്ങോട്ടും വരും. അതൊക്കെ വരുന്ന കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്ഥിതി വരുമ്പോൾ അന്നേരത്തെ ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ ഒരു സമീപനം എടുത്താണ്. അപ്പം അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒന്നായ പാർട്ടി ദേവികുളത്ത് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞത്, അതോടുകൂടി MN ഗോവിന്ദൻ നായർ കാലഘട്ടത്തിൽ വാങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണത് അവരുടെ ഓഫീസ്. ആ ഓഫീസിൻ്റെ അപ്പോൾ ഈ അന്ന് വാങ്ങിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും മറ്റ് സാങ്കേതികത്വമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉപയോഗിച്ച് അത് ഒഴിവാക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വന്നത്. അങ്ങനെയുള്ള ഒരു പ്രായോഗികമായ രംഗത്ത് ശരിയല്ലാത്തൊരു സമീപനം ചില ഉദ്യോഗസ്ഥന്മാരെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. പക്ഷേ അതിനകത്ത് VSനെ കുറിച്ച് പറയുന്ന പരാതിയും അത് അതേ രീതിയിൽ തന്നെ അവരെ അപ്പോൾ തള്ളി പറയാൻ കഴിഞ്ഞില്ല. കാരണം അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടുത്തെ കൃഷിക്കാരൻ്റെ താല്പര്യമുണ്ട്, യഥാർത്ഥത്തിലുള്ള കൃഷിക്കാരുണ്ട്. പിന്നെ യഥാർത്ഥ കൃഷി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കുടിയേറ്റക്കാരാണ്. അത് ഞാൻ തന്നെ LDFിൽ നിന്ന് എന്നെ ചുമതലപ്പെടുത്തിയിട്ട് അവിടെ നടത്തിയൊരു പഠനം ഞങ്ങൾ നടത്തി. ആ പഠനം നടത്തുമ്പോൾ തിരുവിതാംകൂറിൽ തൊടുപുഴ താലൂക്ക് ഓഫീസിന് ഉള്ള രേഖയെ നമുക്ക് കാര്യത്തിലുള്ളൂ. അതെല്ലാം തന്നെ കുടിയേറ്റക്കാരാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ പട്ടം താണുകളുടെ നേതൃത്വത്തിൽ അവിടെ ആൾ കയറി താമസിക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടുകാരിങ്ങോട്ട് കൂടുതലായിട്ട് വന്നപ്പോൾ ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കയറ്റി, ആളുകളെ കയറ്റി അവരെല്ലാ പ്രദേശം മുഴുവൻ നിന്നിരുന്നതാണ്. അതൊക്കെ ഒരു പ്രത്യേക സ്ഥിതിയിലുണ്ടായിരുന്നതാണ്. പക്ഷേ കൃഷിക്കാരുടെ ഭൂമി രക്ഷിച്ചുകൊണ്ടും മൂന്നാറായിട്ട് നിലനിർത്തിക്കൊണ്ടും പോകുക എന്ന കാഴ്ചപ്പാട് സഹാബിനുണ്ടായിരുന്നു. അതിനുവേണ്ടി സഹാബ് ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ മുമ്പിൽ ഇവർ ചിലധികം പറ്റായ കാര്യങ്ങൾ നടന്നു. എത്രയോ അക്കാര്യത്തിലുണ്ടായിട്ടുള്ളൂ. അതേപോലെ VSന് സീറ്റ് നിഷേധിച്ച സമയത്തും സഹാബായിരുന്നല്ലോ കൺവീനർ, അതായത് മുഖ്യമന്ത്രി ആകുന്നതിനോ അന്നേരമായിട്ടില്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷം. അതെ. അപ്പോൾ സഹാബ് അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്ന് VS മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനം പാർട്ടി എടുത്തു എന്ന് സഹാബ് പിണറായി വിജയനാണ് സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വലിയ ജനരോഷം ഉണ്ടായി. നമ്മുടെ പാർട്ടി സഹാക്കൾക്കിടയിൽ നിന്ന് തന്നെ വലിയ തോതിൽ VSനെ മത്സരിപ്പിക്കണം, VSനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നമ്മൾ പുഷ്പം പോലെ ജയിക്കും എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ തന്നെ പാർട്ടിക്ക് അത് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെയൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാനൊന്ന് ലീഡർഷിപ്പ് വന്നതിന് ശേഷം എനിക്കറിയില്ല. അതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്നില്ല. പാർട്ടി വല്ലപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ട കാര്യത്തിലൊക്കെ വരാം, അതെ, എന്നുള്ളതല്ലാതെ പിണറായി വിജയനും VSും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ പാർട്ടി? വ്യക്തിപരമായിട്ടൊന്നുമില്ല, ആശയപരമായിട്ട് പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അവർ തമ്മിലാണ് കൂടുതലെടുത്തിരുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ ME രാഘവനെ പോലുള്ള ആളുകൾ ഒരു കാഴ്ചപ്പാടോടുകൂടി രംഗത്ത് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ രാഘവനോടൊപ്പമാണ് നിന്നിരുന്നത്. പിണറായി വിജയൻ ഒക്കെ VS അതുപോലെ EMS ഒരുമിച്ചാണ് ആ ആശയപരമായ സമരത്തിൽ നിന്നത്. അവരായിരുന്നു ശരി. അവർ വളരെ കൃത്യമായി തന്നെ അതിൽ നിൽക്കുകയും അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പിണറായിയും VSും എല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ് മുന്നോട്ട് വരുന്നത്. ആ കാലത്ത് തന്നെ പിന്നെ നടന്ന പാർട്ടി സമ്മേളനങ്ങളും എല്ലാം അതിൻ്റെ പ്രത്യേകത കാണാൻ ചെയ്യും. അതിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല.
പിൽക്കാലത്താണ് അതിൻ്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ചിലതുണ്ടാകാൻ ഇട വന്നിട്ടുള്ളത്. അതും VS വ്യത്യസ്തമായ ചില ആശയങ്ങളോ അല്ലെങ്കിൽ നയങ്ങളോ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതനുസരിച്ച് തന്നെ സഖാവ് നിൽക്കും. അതിപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ VS ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും പാർട്ടി ആ രംഗത്ത് തന്നെ നിൽക്കും, ഒരു ഇതുമില്ലാതെ. കാരണം അപ്പോഴും PBയിലുണ്ട്, കൃത്യമായ കാര്യങ്ങൾ പറയും. ഒരു സഖാവിരിക്കുന്ന കമ്മിറ്റിയിൽ അഭിപ്രായം പറയാൻ അതനുസരിച്ച് നീങ്ങാനും ഒക്കെ വളരെ നല്ല രീതിയിലാണ്. അതൊരു അനുഭവ സമ്പത്താണ് അതൊക്കെ. അത് PMS ആണെങ്കിലും നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കും. ഞങ്ങളുടെ കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച നടത്തി അതിൽ കൂടിയുള്ള കാഴ്ചപ്പാടാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രം നീങ്ങിയിട്ടല്ല. എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായ അഭിപ്രായം അവിടെ പറയാം, രൂക്ഷമായിട്ട് തന്നെ പറയാൻ ചെയ്യും. ഒരു സംശയമില്ലാത്ത പറയാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ VSന് കഴിഞ്ഞിരുന്നു. VS അതിൽ നിന്നെല്ലാം തൻ്റെ ഒരു പാർട്ടി വ്യക്തിത്വം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ആശയപരമായ രംഗങ്ങളിലും വർഗീയതയ്ക്കെതിരായി ശക്തിയായി നിൽക്കുന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ അതിഭീകരമായ ഒരനുഭവം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് മുമ്പായിട്ട് വരുമ്പോൾ തന്നെ VS ഒക്കെ വളരെ ശക്തിയായി എന്നെ എതിർത്തിട്ടുണ്ട്. കാരണം ഈ മിശ്ര വിവാഹം അതൊക്കെ ശക്തിയായി പലരും എതിർത്തിരുന്നു. അതിനെ പുള്ളി ശക്തിയായി തന്നെ ആ കാലത്ത് വളരെ ആത്മധൈര്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ നിന്ന് വന്നാലും അത്തരം കാര്യങ്ങളിലുണ്ടാകുന്ന കാഴ്ചപ്പാടുണ്ട്. വർഗപ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരിക, വർഗീയതയെ എതിർക്കുക, ശക്തിയായി തന്നെ അത് പറഞ്ഞിരുന്നുണ്ട്. ഈ സൂര്യനെല്ലി വിഷയം ഒക്കെ ഉള്ള വിഷയത്തിലൊക്കെ കോടതിയൊക്കെ ആ കുടുംബത്തെ വലിയ തോതിൽ കോടതിയിൽ നിന്ന് നീതി കിട്ടാതെ വന്ന സമയത്ത് VS അതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ട ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുത്ത, ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്ത ഒരു കഥ ഇവിടെ ഉണ്ട്. അങ്ങനെ വലിയൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു വലിയ വ്യക്തി. സൂര്യനെല്ലി കേസിൻ്റെ കാര്യത്തിൽ അത് VS ബന്ധപ്പെട്ടിരുന്നു. അന്നത്തെ ഇടുക്കി പാർട്ടിയുടെ കമ്മിറ്റിയും സജീവമായി മുന്നോട്ട് വന്നിട്ടാണ്. നമ്മുടെ ബിജു ആയിരുന്നു വക്കീൽ. ബിജു വലിയ ഇന്ന് അയാൾ സുപ്രീം കോടതി നല്ല വക്കീലാണ്. അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അയാൾ നന്നായി വാദിച്ച് അത് വിജയിക്കുകയും ചെയ്തിരുന്നു. അതിൽ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ആത്മവിശ്വാസം പറഞ്ഞു കൊടുക്കാൻ VS സ്ഥലത്ത് തന്നെ പോയി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം VSന് മുമ്പും അല്ലെങ്കിൽ VSന് ശേഷവും എന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഉണ്ടാകുകയാണ്. സ്വാഭാവികമായും VS ഇല്ലാത്ത കേരളം അല്ലെങ്കിൽ VS ഇല്ലാത്ത പാർട്ടി, അത് വലിയൊരു ശൂന്യതയല്ലേ അത് ഉണ്ടാക്കുന്നത്? അതൊരു ശൂന്യത എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. VS വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒഴുക്കുന്ന ഒരു പ്രസ്ഥാനം ശൂന്യമായി പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം VSന് എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ VS അതിരൂക്ഷമായി നമ്മുടെ പരിസ്ഥിതിക്കനുസരിച്ച് ഇവിടുത്തെ സാമൂഹ്യ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോവുകയാണ്. അന്നത്തേതിൽ നിന്ന് ഇന്നത്തെ ഒരു സമൂഹമായി മാറ്റുന്നതിന് വലിയ സംഭാവനയാണ് VS നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളൊരു ചുമതല അതേ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അത് കൃത്യമായി തന്നെ ആ ചുമതല കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കാനും സമൂഹം എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പം ആ പ്രശ്നങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് ശൂന്യത എന്ന വാക്ക് ശരിയല്ല. സഖാവിൻ്റെ സേവനം നഷ്ടമായിരിക്കുന്നു, അപരിഹാര്യമായ നഷ്ടമാണത്. പക്ഷേ സഖാവ് നടത്തിയിരിക്കുന്ന സംഭാവനകളും പ്രവർത്തനങ്ങളും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാണ് വരേണ്ടത്. അപ്പോൾ ഇത്ര നേരം VSനെ പറ്റി ഞങ്ങളോട് ഓർമ്മകൾ പങ്കുവച്ചതിന് വളരെ നന്ദി.